പഴയ മലയാള സിനിമകളുടെ ഒരു സ്ഥിരം കഥയാണ് ജോലിയില്ലാത്ത ചെറുപ്പക്കാരും അവരുടെ പ്രശ്നങ്ങളും. സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും ലാലേട്ടനും ശങ്കറും ഒക്കെ തുടങ്ങി ജഗദീഷ്, മുകേഷ്, സിദ്ദിഖ്, ജയറാം അടക്കമുള്ള നടന്മാർ വരെ ഈ ഒരു കാര്യം നർമ്മത്തിൽ പല രീതികളിൽ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരമൊരു വിഷയത്തിലേക്ക് അല്പം ഫാൻറ്റസി കൂടി കയറ്റിയാൽ എങ്ങനെയിരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി തുടങ്ങുന്നത്. നാട്ടിലെ അറിയപ്പെടുന്ന മന്ത്രവാദിയായ ശങ്കുണ്ണി നായർക്ക് 2 ഭാര്യമാരാണ്, ഭവാനിയും പങ്കജവും. ശങ്കുണ്ണി നായർ 2ാം ഭാര്യയുടെ അധീനതയിലായതിനാൽ തുച്ഛ വരുമാനക്കാരായ ഉണ്ണിയുടെ കുടുംബവും വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭവാനിയുടെ വീട്ടിൽ നിന്ന് വന്ന ശങ്കുണ്ണി നായരെ പങ്കജവും സഹോദരൻ ഭാർഗവനും ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നു. അവരെ തടയാൻ ഉണ്ണിക്ക് സാധിക്കുന്നില്ല. അന്ന് രാത്രിയിൽ സ്വത്തുക്കൾ പങ്കജത്തിന്റെ പേരിലേക്ക് എഴുതി നൽകാൻ പങ്കജവും സഹോദരന്മാരും ശങ്കുണ്ണി നായരോട് ആവശ്യപ്പെടുന്നു. അതിന് വഴങ്ങാതിരുന്ന ശങ്കുണ്ണി നായരെ ഭാർഗവൻ ക്രൂരമായി മർദ്ദിക്കുന്നു.